സിനിമാ കഥകളിൽ കാണുന്ന തരത്തിൽ ഒരു ട്വിസ്റ്റ് അങ്ങ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്നിരിക്കുകയാണ്. 18 മാസം മുൻപ് കൊല്ലപ്പെട്ടെന്ന് സംശയിച്ച യുവതി അപ്രതീക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തി. മധ്യപ്രദേശിലെ മൻസൗർ സ്വദേശിയായ 35-കാരിയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയത്. 2023 കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് യുവതിയുടെ മൃതദേഹം ഉൾപ്പെടെ കണ്ടെത്തി സംസ്കാര ചടങ്ങുകളും നടത്തിയിരുന്നു. യുവതി തിരികെ വന്നതോടെ നാട്ടുകാരും സുഹൃത്തുക്കളും ആകെ അമ്പരപ്പിലാണ്. അതുമാത്രമല്ല, ഈ യുവതിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന 4 പേരുടെ ഭാവി എങ്ങനെയെന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ ആശങ്കകൾ. ലളിതാഭായ് എന്ന യുവതിയെ കാണാതായതിനു പിന്നാലെ 2023 സെപ്റ്റംബറിൽ ഒരു അജ്ഞാത യുവതി വാഹനമിടിച്ച് കൊല്ലപ്പെട്ടെന്നും ഇത് ലളിതാഭായ് ആണോ എന്ന് തിരിച്ചറിയാൻ എത്താനും വീട്ടുകാരോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് അച്ഛൻ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ തലയും മുഖവും പൂർണ്ണമായും തകർന്നിരുന്നു. ഒരു ടാറ്റൂവും കാലിൽ ധരിച്ചിരുന്ന കറുത്ത ചരടും കണ്ട് അത് മകളാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് മൃതദേഹം വീട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നാലെ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇമ്രാൻ, ഷാറൂഖ്, സോനു, ഇജാസ് എന്നീ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇവർ ഇപ്പോഴും വിചാരണ കാത്ത് ജയിലിൽ കഴിയുകയാണ്. യുവതി വീട്ടിലെത്തിയതിന് പിന്നാലെ അച്ഛൻ തൊട്ടടുത്തുള്ള ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിവരം അറിയിച്ചു. സംഭവം പോലീസ് സ്റ്റേഷൻ മേധാവി തരുണ ഭരദ്വാജ് സ്ഥിരീകരിക്കുകയും ചെയ്തു. യുവതി സ്വന്തം നിലയ്ക്ക് തന്നെ വീട്ടിലെത്തിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ 2023 കാണാതായ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നറിയാൻ പോലീസ് ഇവരെ ചോദ്യം ചെയ്തു. യുവതി പറയുന്നതനുസരിച്ച് ഷാറൂഖ് എന്നൊരാൾ തന്നെ ഭാൻപുര എന്ന സ്ഥലത്ത് കൊണ്ടുപോയ ശേഷം 5 ലക്ഷം രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റു. ഇയാൾ യുവതിയെ രാജസ്ഥാനിലെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് 18 മാസം ജീവിച്ചത്. ഒടുവിൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ നാട്ടിലെത്തുകയായിരുന്നു. മൊബൈൽ ഫോൺ കൈവശമില്ലാതിരുന്നതിനാൽ വീട്ടുകാരെ ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നും അവർ പറഞ്ഞു. 2 കുട്ടികളുടെ മാതാവായ യുവതി തന്റെ ആധാർ കാർഡും വോട്ടർ ഐഡിയും തെളിവിനായി പോലീസിൽ സമർപ്പിക്കുകയും ചെയ്തു. യുവതി തിരിച്ചെത്തിയതോടെ തങ്ങളെ ഇനി മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി ജയിലിൽ കഴിയുന്ന യുവാക്കൾ കോടതിയിൽ അപേക്ഷ നൽകി. ഇതിന്മേൽ പോലീസിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് കോടതി. അതേസമയം തിരിച്ചെത്തിയത് കാണാതായ സ്ത്രീ തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ DNA ടെസ്റ്റ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമാവുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കി.